അടയ്ക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യാൻ കഴിവുള്ളവൻ അരുളി ചെയ്യുക, ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആമേൻ. അല്ലോ കേൾക്കുന്ന സഹോദര സഹോദരി, നീ എവിടെയുമായിരുന്നോളട്ടെ, നിന്റെ വീട്ടിലായിക്കൊള്ളട്ടെ, ചിന്തിക്ക്, ദൈവം നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ആമേൻ. വേദപുസ്തകം പഴയ നിയമകാലത്തേക്ക് പോയാൽ പുറപ്പാട് പുസ്തകം ഒരു കാര്യമുണ്ട്. എന്താണ്? ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമയായിരുന്ന അവസ്ഥയുണ്ടായി. എന്ന് വെച്ചാൽ യാക്കോബിന്റെ ഗ്രൂപ്പില് 70 പേരാണ് അവസാനം എണ്ണപ്പെട്ടത്. ഈ 70 പേര് എന്ത് ചെയ്തു? മോശ ഉൾപ്പെടെ 71 പേർ. ഇവർക്ക് എന്ത് സംഭവിച്ചു? അവസാനം എല്ലാ പ്രതികൂലങ്ങളും നഷ്ടപ്പെട്ടപ്പോൾ ഇവർ വിശ്വാസത്തോടെ ജീവിച്ചു. ഇവർ വർദ്ധിച്ചു പെരുകുവാൻ തുടങ്ങി. മിസ്രയീമ്യർ ഇവരെ ഭയപ്പെട്ടു, കഠിനമായ ഊഴിയ വേല ചെയ്യിച്ചു. വായിച്ചാൽ മതി, ഇപ്പൊ വായിക്കാൻ സമയമില്ല, സമയം കഴിഞ്ഞു പോകുന്നു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ, യാക്കോബിന്റെ പ്രദേശത്ത് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം കൂടി 70 പേരേ ഉള്ളൂ. അധികമില്ല, 70 പേരേ ഉള്ളൂ. എന്നാൽ വായിച്ചു 1:12 വായിച്ചേ. എന്നാൽ അവർ പീഡിപ്പിക്കുന്തോറും, എന്നാൽ ഈ മിസ്രയീമ്യർ ദൈവജനങ്ങളെ പീഡിപ്പിക്കുന്തോറും അവർ വർദ്ധിച്ച് പെരുകിക്കൊണ്ടേയിരുന്നു. അവരെ ഇല്ലാതെയാക്കുവാൻ, തകർക്കുവാൻ ഈ ദുഷ്ടശക്തി, എതിർ ജാതികൾ എന്ത് ചെയ്യുക? പീഡിപ്പിക്കുകയാ, കഠിന വേല ചെയ്യിക്കുകയാ, ഇല്ലാതെയൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കുകയാ. ചെയ്യുമ്പോഴൊക്കെയും അവർ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ പ്രത്യേകത ഏതാ? നീ വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറാണോ? നിനക്ക് കഷ്ടമുണ്ട്, പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ നീ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ ശക്തികളും ജാതികളും ആ വിചാരങ്ങൾക്കെതിരെ വന്നാലും നിനക്ക് നന്മ വർദ്ധിക്കുവാൻ പോകുക, ലോകത്തിൽ സാക്ഷീകരിക്കുവാൻ അവസരം ഒരുക്കുവാൻ പോകുക. ദൈവം ഏൽപ്പിച്ചു കൊടുത്താൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുക. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിച്ചാൽ മാത്രം മതി. ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണോ? ഏൽപ്പിച്ചു കൊടുക്കുക. മിസ്രയീമ്യർ ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു, കഠിന വേല ചെയ്യിച്ചുകൊണ്ടേയിരുന്നു. എന്നാലും വായിച്ചേ. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അവസാനം ആര് പേടിച്ചു? ഈ 70 പേരുണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ നിമിത്തം ഈ മിസ്രയീം രാജാവ് ഭയന്നു വിറച്ചു. വലിയ പട്ടാളവും ആയുധവർഗമുള്ള ഇവർ 70 പേരെ തുടങ്ങി ജനത്തെ കണ്ട് ഭയന്നു വിറച്ചു. കഠിന വേല ചെയ്യിച്ചു, പീഡിപ്പിച്ചു, അടിച്ചു, കൊന്നു. എന്നിട്ടൊന്നും ഇവർ കുറഞ്ഞില്ല. ഓർക്കെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ക്രിസ്തു വിശ്വസിച്ച് ഇറങ്ങിയാൽ പ്രതികൂലം പ്രയാസം വരുന്നോറും നിനക്ക് നന്മയുണ്ടാകും, സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ആയുസ് നീളുവാൻ പോകുക, നിനക്ക് സമ്പത്ത് വർദ്ധിക്കുവാൻ പോകുക, സമാധാനം ഉണ്ടാകാൻ പോകുക. ഇല്ല, യേശു കൈവിടുകയില്ല. അറിയാം, പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ഇസ്രായേൽ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നോറും അവർ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടേയിരുന്നു. അവർ ഭയന്നവർ അവരെ ഭയക്കുവാൻ തുടങ്ങി. ആമേൻ. ഇസ്രായേൽ ജനങ്ങൾ ആരെ ഭയന്നു? മിസ്രയീമ്യരെ ഭയന്നു. പക്ഷെ അവർ ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയപ്പോൾ അവരെ മിസ്രയീമ്യർ ഭയക്കുവാൻ തുടങ്ങി. 1:16-22, 16-ാം വാക്യം 22-ാം വാക്യം. പുറപ്പാട് 1:16-ാം വാക്യം 22-ാം വാക്യം. മിദ്യാനിലെ പുരോഹിതന് 7 പുത്രിമാർ ഉണ്ടായിരുന്നു. അവർ വന്ന് പുറപ്പാട് 1:16-22 ആണോ? പുറപ്പാട് 1:16